ഇറാനിലെ ഭരണകൂടമാറ്റം ലക്ഷ്യമെന്ന് നെതന്യാഹു. മിഡിൽ ഈസ്റ്റിൽ സംഘർഷം രൂക്ഷം. ഇറാനെതിരായ യുദ്ധത്തിൽ പുതിയ ലക്ഷ്യം പ്രഖ്യാപിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തി. ഇറാനിലെ മതാധിഷ്ഠിത ഭരണകൂടം വീഴാൻ സാഹചര്യം സൃഷ്ടിക്കുകയാണ് അമേരിക്കയും ഇസ്രയേലും ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇറാനിലെ ആണവ അടിസ്ഥാന സൗകര്യങ്ങൾ, മിസൈൽ സംവിധാനങ്ങൾ, ഭരണകൂടത്തിന്റെ ശക്തികേന്ദ്രങ്ങൾ എന്നിവയെ ലക്ഷ്യമിട്ട് ആക്രമണം തുടരുകയാണെന്ന് നെതന്യാഹു പറഞ്ഞു. ഇറാനിലെ ജനങ്ങൾ തന്നെ നിലവിലെ ഭരണകൂടത്തിനെതിരെ എഴുന്നേൽക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. എന്നാൽ ഭരണകൂടമാറ്റം പുറത്തുനിന്ന് നിർബന്ധിതമാക്കാൻ കഴിയില്ലെന്നും അത് ഇറാനിലെ ജനങ്ങളുടെ തീരുമാനമായിരിക്കുമെന്നും നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടെ ഇറാന്റെ പുതിയ നേതാവ് മുജ്തബ ഖാമനേയി യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ രക്തത്തിന് പ്രതികാരം ചെയ്യുമെന്ന് മുന്നറിയിപ്പ് നൽകി. മിഡിൽ ഈസ്റ്റ് മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ അടച്ചുപൂട്ടിയില്ലെങ്കിൽ ആക്രമണം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രയേലിനെതിരെ ഏകദേശം 200 റോക്കറ്റുകൾ പ്രയോഗിച്ചതിന് പിന്നാലെ ഹിസ്ബുള്ളയ്ക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് നെതന്യാഹു ലെബനൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ലെബനൻ സർക്കാർ നടപടി സ്വീകരിക്കാത്ത പക്ഷം ഇസ്രയേൽ നേരിട്ട് ഇടപെടുമെന്നും മുന്നറിയിപ്പ് നൽകി. തുടർന്ന് ഇസ്രയേൽ സൈന്യം ബെയ്റൂട്ടിലും തെക്കൻ ലെബനനിലും ഹിസ്ബുള്ളയുടെ കമാൻഡ് കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് വ്യോമാക്രമണങ്ങൾ നടത്തി. ഈ ആക്രമണങ്ങളിൽ 687-ലധികം ലെബനൻ പൗരന്മാർ കൊല്ലപ്പെട്ടതായും 8 ലക്ഷത്തിലധികം പേർ വീടുകൾ വിട്ട് ഒഴിഞ്ഞതായും റിപ്പോർട്ടുകൾ പറയുന്നു. ഇറാൻ-ഇസ്രയേൽ സംഘർഷം ശക്തമായതോടെ ഹോർമുസ് കടലിടുക്ക് അടഞ്ഞിരിക്കുകയാണ്. ഇതോടെ ലോകവിപണിയിൽ എണ്ണവില ബാരലിന് $90 മുതൽ $100 വരെ ഉയർന്നിരിക്കുകയാണ്. ഓഹരി വിപണികളിലും അനിശ്ചിതത്വം തുടരുകയാണ്. വിദഗ്ധരുടെ വിലയിരുത്തൽ പ്രകാരം അമേരിക്കയും ഇസ്രയേലും ഇറാന്റെ ചില സൈനിക ശേഷികളെ ദുർബലമാക്കിയെങ്കിലും ഇറാൻ തിരിച്ചാക്രമണം തുടരുകയാണ്. അതിനാൽ ഈ യുദ്ധം എത്രകാലം നീളുമെന്നത് ഇപ്പോഴും വ്യക്തമല്ല. ഇറാൻ തിരിച്ചടിയുമായി രംഗത്ത്. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ അടയ്ക്കണമെന്ന് ആവശ്യം. അമേരിക്കയും ഇസ്രയേലും ഇറാനെതിരെ ആരംഭിച്ച യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാന്റെ പുതിയ നേതാവ് മുജ്തബ ഖാമനേയി രാജ്യത്തോട് അഭിസംബോധന ചെയ്ത് കടുത്ത മുന്നറിയിപ്പുമായി രംഗത്തെത്തി. ഇറാൻ സർക്കാർ ടെലിവിഷനിലൂടെ വായിച്ച സന്ദേശത്തിലാണ് അദ്ദേഹം അമേരിക്കയെയും ഇസ്രയേലിനെയും ശക്തമായി വിമർശിച്ചത്. മിഡിൽ ഈസ്റ്റ് മേഖലയിലുള്ള എല്ലാ അമേരിക്കൻ സൈനിക താവളങ്ങളും ഉടൻ അടയ്ക്കണമെന്ന് മുജ്തബ ഖാമനേയി ആവശ്യപ്പെട്ടു. അത് സംഭവിച്ചില്ലെങ്കിൽ ആക്രമണങ്ങൾ തുടരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കൂടാതെ അമേരിക്കയ്ക്കെതിരായ സമ്മർദ്ദമായി ഹോർമുസ് കടലിടുക്ക് അടച്ചിടൽ തുടരണമെന്നും അദ്ദേഹം പറഞ്ഞു. യുദ്ധത്തിന്റെ ആദ്യ ദിവസം അമേരിക്കയും ഇസ്രയേലും നടത്തിയ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട നേതാക്കളുടെ രക്തത്തിന് പ്രതികാരം ചെയ്യുമെന്ന് ഖാമനേയി വ്യക്തമാക്കി. അമേരിക്കയും ഇസ്രയേലും നടത്തിയ ആക്രമണങ്ങൾക്ക് ഇറാൻ ശക്തമായ മറുപടി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. മുൻ സുപ്രീം നേതാവായിരുന്ന അലി ഖാമനേയിയുടെ മകനാണ് മുജ്തബ ഖാമനേയി. യുദ്ധത്തിന്റെ തുടക്കത്തിൽ നടന്ന ആക്രമണങ്ങളിൽ അദ്ദേഹത്തിന് ചെറിയ പരിക്കേറ്റിരുന്നുവെങ്കിലും ആരോഗ്യനില സ്ഥിരമാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെഷ്കിയാൻ ഗൾഫ് രാജ്യങ്ങളിൽ ആക്രമണം നടത്തിയതിന് ഭാഗിക ക്ഷമാപണം പ്രകടിപ്പിച്ചിരുന്നുവെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി അലി ലാരിജാനിയും പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഖലിബാഫും അമേരിക്കൻ സൈനിക താവളങ്ങളിലേക്കുള്ള ആക്രമണങ്ങളും ഹോർമുസ് കടലിടുക്ക് അവരോധനവും തുടരുമെന്ന് വ്യക്തമാക്കി. ഈ യുദ്ധം ആരംഭിച്ചതോടെ ഗാസയിൽ നടപ്പിലാക്കേണ്ടിയിരുന്ന സമാധാന കരാറിന്റെ രണ്ടാംഘട്ട നടപടികൾ നിർത്തിവച്ചിരിക്കുകയാണ്. റാഫ അതിർത്തിക്കടവ് ഇപ്പോഴും അടഞ്ഞ നിലയിലാണ്. വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ സുരക്ഷാ നിയന്ത്രണങ്ങളും ശക്തമാക്കിയതായി റിപ്പോർട്ടുണ്ട്. ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണത്തിന് പിന്നാലെ ഇസ്രയേൽ തെക്കൻ ലെബനനിൽ സൈനിക നീക്കങ്ങൾ ശക്തമാക്കി. ഈ ആക്രമണങ്ങൾക്ക് തുടർന്ന് ഏകദേശം 7 ലക്ഷം ലെബനൻ പൗരന്മാർ വീടുകൾ വിട്ട് ഒഴിഞ്ഞതായും റിപ്പോർട്ടുകൾ പറയുന്നു. മിഡിൽ ഈസ്റ്റിലെ പുതിയ യുദ്ധം അമേരിക്കയുടെ നേതൃത്വത്തിൽ രൂപപ്പെടുത്തിയ അബ്രഹാം കരാറുകളുടെ ഭാവിയെ ബാധിക്കാമെന്ന ആശങ്കയും ഉയരുന്നു. പ്രത്യേകിച്ച് സൗദി അറേബ്യയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം സാധാരണമാക്കാനുള്ള ചർച്ചകൾ ഇപ്പോൾ അനിശ്ചിതത്വത്തിലാണ്. ഗൾഫ് രാജ്യങ്ങൾ സുരക്ഷയ്ക്കായി അമേരിക്കൻ താവളങ്ങളെ അനുവദിച്ചിരുന്നു. എങ്കിലും ഇപ്പോൾ ആ താവളങ്ങൾ തന്നെയാണ് ഇറാന്റെ ആക്രമണങ്ങൾക്ക് കാരണമാകുന്നതെന്ന വിമർശനവും ഉയരുന്നു. ഇതോടെ ഭാവിയിൽ ഈ താവളങ്ങളുടെ നിലപാടിനെക്കുറിച്ച് അറബ് രാജ്യങ്ങളിൽ വലിയ ചർച്ചകൾ ഉണ്ടാകാനിടയുണ്ടെന്നാണ് വിലയിരുത്തൽ. പശ്ചിമേഷ്യയിലെ യുദ്ധസാഹചര്യങ്ങൾ രൂക്ഷമാകുന്നതിനിടെ നിരവധി നിർണായക സംഭവവികാസങ്ങൾ പുറത്തുവന്നു. ഇറാഖിന്റെ പടിഞ്ഞാറൻ ഭാഗത്ത് അമേരിക്കൻ സൈന്യത്തിന്റെ KC-135 എയർ റീഫ്യൂവലിംഗ് വിമാനമാണ് തകർന്നുവീണത്. ഇറാനെതിരെ ഇസ്രയേലിനൊപ്പം അമേരിക്ക നടത്തുന്ന സംയുക്ത സൈനിക നീക്കങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ സംഭവം നടന്നത്. അപകടത്തിൽ ആളപായമുണ്ടായിരുന്നുവോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തമായ വിവരങ്ങൾ പുറത്തുവന്നിട്ടില്ല. അമേരിക്കൻ അധികൃതർ വ്യക്തമാക്കുന്നത് ഈ അപകടം ശത്രുവിന്റെ ആക്രമണത്താലോ സൗഹൃദ സൈനികരുടെ വെടിവയ്പിനാലോ ഉണ്ടായതല്ല എന്നതാണ്.
ഇറാനെതിരായ യുദ്ധം വേഗത്തിൽ മുന്നേറുകയാണെന്ന് ട്രംപ് പറഞ്ഞു. അതേസമയം ഇറാന്റെ പുതിയ നേതാവ് ആദ്യ പൊതുസന്ദേശത്തിൽ ശക്തമായ പ്രതിരോധം തുടരുമെന്ന് പ്രഖ്യാപിച്ചു. ബെയ്റൂട്ടിൽ ഹിസ്ബുള്ള കേന്ദ്രത്തെ ലക്ഷ്യമിട്ട് ആക്രമണം. ഇസ്രയേൽ സൈന്യം ലെബനനിലെ ബെയ്റൂട്ടിൽ ഹിസ്ബുള്ളയുടെ കമാൻഡ് പോസ്റ്റിനെ ലക്ഷ്യമിട്ട് നിരവധി ഘട്ടങ്ങളിലായി വ്യോമാക്രമണങ്ങൾ നടത്തിയെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ആയുധന്മാരായ സംഘത്തെ നിയന്ത്രിക്കേണ്ടതുണ്ടെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞതിനു പിന്നാലെയാണ് ആക്രമണം നടന്നത്. ഇറാനെതിരായ യുദ്ധത്തിനെതിരെ ഗ്രീസിൽ പ്രതിഷേധം. ഇറാനെതിരായ യുദ്ധത്തെയും കിഴക്കൻ മെഡിറ്ററേനിയൻ മേഖലയിലെ സൈനിക വിന്യാസത്തെയുമെതിരെ ആയിരക്കണക്കിന് ഗ്രീക്ക് പൌരന്മാർ ആഥൻസിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രതിഷേധക്കാർ അമേരിക്കൻ എംബസിയിലേക്ക് മാർച്ച് നടത്തി. ഇറാഖിൽ ഡ്രോൺ ആക്രമണം. ഫ്രഞ്ച് സൈനികർക്ക് പരിക്ക്. ഇറാഖിലെ സ്വയംഭരണ പ്രദേശമായ കുർദിസ്ഥാനിലെ എർബിലിൽ നടന്ന ഡ്രോൺ ആക്രമണത്തിൽ കുറഞ്ഞത് 6 ഫ്രഞ്ച് സൈനികർക്ക് പരിക്കേറ്റിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. അവർ ഇറാഖ് സൈന്യത്തോടൊപ്പം ഭീകരവിരുദ്ധ പരിശീലന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. മിഷിഗനിൽ ഒരു സിനഗോഗിനെതിരെയുണ്ടായ ആക്രമണത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശക്തമായി അപലപിച്ചു. അതേസമയം വെർജീനിയയിലെ ഓൾഡ് ഡൊമിനിയൻ സർവകലാശാലയിലുണ്ടായ വെടിവെപ്പിൽ 2 പേർ കൊല്ലപ്പെട്ട സംഭവവും തീവ്രവാദ ആക്രമണമെന്ന നിലയിൽ അന്വേഷിക്കുകയാണെന്ന് FBI ഡയറക്ടർ കാഷ് പട്ടേൽ അറിയിച്ചു. അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം ശക്തമാകുന്നതിനിടെ യുദ്ധത്തിന്റെ ഭാവിയെക്കുറിച്ച് വിവിധ പലഷ്ടിക വിദഗ്ധർ ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരംഭിച്ച ഈ യുദ്ധം ദീർഘകാല യുദ്ധമായി മാറുമോ എന്ന ചർച്ചയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര രാഷ്ട്രീയ രംഗത്ത് ഉയരുന്നത്. ബ്രൌൺ സർവകലാശാലയുടെ കണക്കുപ്രകാരം അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ 20 വർഷം നീണ്ട യുദ്ധത്തിനായി ഏകദേശം $2.3 ട്രില്യൺ ചെലവഴിച്ചു. ഇറാഖ് യുദ്ധത്തിനായി ഏകദേശം $3 ട്രില്യൺ ചെലവായി. അതിനാൽ ഇറാനെതിരായ നിലവിലെ യുദ്ധവും അതേ രീതിയിൽ വലിയ സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കുമോ എന്ന ആശങ്ക ഉയരുന്നുണ്ട്. വിദഗ്ധരുടെ വിലയിരുത്തൽ പ്രകാരം ഇറാനുമായുള്ള യുദ്ധം അഫ്ഗാനിസ്ഥാൻ പോലെ ദീർഘകാല യുദ്ധമായി മാറാനുള്ള സാധ്യത കുറവാണെന്ന് കരുതപ്പെടുന്നു. ദീർഘകാല യുദ്ധം അമേരിക്കയുടെ സാമ്പത്തിക വിപണികളെയും രാഷ്ട്രീയ നിലപാടുകളെയും ബാധിക്കാമെന്ന ആശങ്ക ട്രംപ് ഭരണകൂടത്തിനുണ്ട്. ട്രംപ് ഇറാനെതിരെ യുദ്ധം ആരംഭിക്കാൻ തീരുമാനിച്ചത് പ്രധാനമായും സ്റ്റീവ് വിറ്റ്കോഫും ജാരഡ് കുഷ്ണറും എന്നിവരുടെ ഉപദേശത്തെ അടിസ്ഥാനമാക്കിയാണെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നു. എന്നാൽ ഇവർ സൈനിക പരിചയമില്ലാത്ത റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെന്നത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. അതേസമയം അമേരിക്കൻ ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്ൻ ഇറാനെതിരെ യുദ്ധത്തിന് വലിയ അപകടസാധ്യതയുണ്ടെന്ന് ട്രംപിനെ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷ്കിയാനും മറ്റ് ഇറാനിയൻ നേതാക്കളും അമേരിക്കയുമായി വീണ്ടും ചർച്ച നടത്താൻ തയ്യാറാകുന്നതിനു മുമ്പ് മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾ നീക്കം ചെയ്യണമെന്ന ആവശ്യമാണ് മുന്നോട്ടുവച്ചിരിക്കുന്നത്. ചില ഗൾഫ് രാജ്യങ്ങളും ഈ താവളങ്ങൾ അവരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായിരിക്കാമെന്ന ആശങ്ക സ്വകാര്യമായി പ്രകടിപ്പിക്കുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. യുദ്ധം എപ്പോൾ അവസാനിക്കുമെന്ന് ട്രംപിന് മാത്രം തീരുമാനാധികാരമില്ലെന്ന് വിദഗ്ധർ പറയുന്നു. ഇറാനും ഇസ്രയേലും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ നിലപാടുകളും യുദ്ധത്തിന്റെ ദൈർഘ്യം നിർണ്ണയിക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നു. അമേരിക്കയുടെ ശ്രദ്ധ മിഡിൽ ഈസ്റ്റിലേക്ക് മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ ചൈന തൈവാനുമായി ബന്ധപ്പെട്ട തങ്ങളുടെ നീക്കങ്ങൾ ശക്തമാക്കാൻ ശ്രമിക്കാമെന്ന ആശങ്കയും ഉയരുന്നു. ഇത് ആഗോള രാഷ്ട്രീയ സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകാമെന്നാണ് വിലയിരുത്തൽ. അമേരിക്ക, ഇസ്രയേൽ, ഇറാൻ സംഘർഷം. ഭരണകൂടമാറ്റം ലക്ഷ്യമെന്ന് നെതന്യാഹു. ഇറാനെതിരായ യുദ്ധത്തിൽ പുതിയ ലക്ഷ്യം പ്രഖ്യാപിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തി. ഇറാനിലെ മതാധിഷ്ഠിത ഭരണകൂടം വീഴാൻ സാഹചര്യം സൃഷ്ടിക്കുകയാണ് അമേരിക്കയും ഇസ്രയേലും ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇറാനിലെ ആണവ അടിസ്ഥാന സൗകര്യങ്ങൾ, മിസൈൽ സംവിധാനങ്ങൾ, ഭരണകൂടത്തിന്റെ ശക്തികേന്ദ്രങ്ങൾ എന്നിവയെ ലക്ഷ്യമിട്ട് ആക്രമണം തുടരുകയാണെന്ന് നെതന്യാഹു പറഞ്ഞു. ഇറാനിലെ ജനങ്ങൾ തന്നെ നിലവിലെ ഭരണകൂടത്തിനെതിരെ എഴുന്നേൽക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. എന്നാൽ ഭരണകൂടമാറ്റം പുറത്തുനിന്ന് നിർബന്ധിതമാക്കാൻ കഴിയില്ലെന്നും അത് ഇറാനിലെ ജനങ്ങളുടെ തീരുമാനമായിരിക്കുമെന്നും നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടെ ഇറാന്റെ പുതിയ നേതാവ് മുജ്തബ ഖാമനേയി യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ രക്തത്തിന് പ്രതികാരം ചെയ്യുമെന്ന് മുന്നറിയിപ്പ് നൽകി. മിഡിൽ ഈസ്റ്റ് മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ അടച്ചുപൂട്ടിയില്ലെങ്കിൽ ആക്രമണം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രയേലിനെതിരെ ഏകദേശം 200 റോക്കറ്റുകൾ പ്രയോഗിച്ചതിന് പിന്നാലെ ഹിസ്ബുള്ളക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് നെതന്യാഹു ലെബനൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ലെബനൻ സർക്കാർ നടപടി സ്വീകരിക്കാത്ത പക്ഷം ഇസ്രയേൽ നേരിട്ട് ഇടപെടുമെന്നും മുന്നറിയിപ്പ് നൽകി. തുടർന്ന് ഇസ്രയേൽ സൈന്യം ബെയ്റൂട്ടിലും തെക്കൻ ലെബനനിലും ഹിസ്ബുള്ളയുടെ കമാൻഡ് കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് വ്യോമാക്രമണങ്ങൾ നടത്തി.
ഈ ആക്രമണങ്ങളിൽ 687-ലധികം ലെബനൻ പൌരന്മാർ കൊല്ലപ്പെട്ടതായും 8 ലക്ഷത്തിലധികം പേർ വീടുകൾ വിട്ട് ഒഴിഞ്ഞതായും റിപ്പോർട്ടുകൾ പറയുന്നു. ഇറാൻ-ഇസ്രയേൽ സംഘർഷം ശക്തമായതോടെ ഹോർമുസ് കടലിടുക്ക് അടഞ്ഞിരിക്കുകയാണ്. ഇതോടെ ലോകവിപണിയിൽ എണ്ണവില ബാരലിന് $90 മുതൽ $100 വരെ ഉയർന്നിരിക്കുകയാണ്. ഓഹരി വിപണികളിലും അനിശ്ചിതത്വം തുടരുകയാണ്. വിദഗ്ധരുടെ വിലയിരുത്തൽ പ്രകാരം അമേരിക്കയും ഇസ്രയേലും ഇറാന്റെ ചില സൈനിക ശേഷികളെ ദുർബലമാക്കിയെങ്കിലും ഇറാൻ തിരിച്ചാക്രമണം തുടരുകയാണ്. അതിനാൽ ഈ യുദ്ധം എത്രകാലം നീളുമെന്നത് ഇപ്പോഴും വ്യക്തമല്ല. ഇറാൻ തിരിച്ചടിയുമായി രംഗത്ത്. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ അടയ്ക്കണമെന്ന് ആവശ്യം. അമേരിക്കയും ഇസ്രയേലും ഇറാനെതിരെ ആരംഭിച്ച യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാന്റെ പുതിയ നേതാവ് മുജ്തബ ഖാമനേയി രാജ്യത്തോട് അഭിസംബോധന ചെയ്ത് കടുത്ത മുന്നറിയിപ്പുമായി രംഗത്തെത്തി. ഇറാൻ സർക്കാർ ടെലിവിഷനിലൂടെ വായിച്ച സന്ദേശത്തിലാണ് അദ്ദേഹം അമേരിക്കയെയും ഇസ്രയേലിനെയും ശക്തമായി വിമർശിച്ചത്. മിഡിൽ ഈസ്റ്റ് മേഖലയിലുള്ള എല്ലാ അമേരിക്കൻ സൈനിക താവളങ്ങളും ഉടൻ അടയ്ക്കണമെന്ന് മുജ്തബ ഖാമനേയി ആവശ്യപ്പെട്ടു. അത് സംഭവിച്ചില്ലെങ്കിൽ ആക്രമണങ്ങൾ തുടരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കൂടാതെ അമേരിക്കയ്ക്കെതിരായ സമ്മർദ്ദമായി ഹോർമുസ്